പ്രളയം തകർത്ത ഇടുക്കി തൊടുപുഴ നഗരസഭയും ഇടവെട്ടി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കമ്പിപ്പാലം വർഷങ്ങൾ പിന്നിടുമ്പോഴും പുനർനിർമ്മിക്കുവാൻ നടപടിയില്ലെന്ന് മാത്രമല്ല, സ്വകാര്യ വ്യക്തി സർവീസ് നടത്തുന്ന കടത്തുവള്ളത്തിലാണ് ഇടവെട്ടിയിലെ ഗ്രാമവാസികൾ മറുകര കാണുന്നത്. പാലമില്ലാത്തതിനാൽ സ്കൂൾ കുട്ടികളും ജോലിക്കാരുമടക്കം ദുരിതയാത്രയാണ് ദിവസേന പിന്നിടുന്നത്. മറ്റൊരു മഴക്കാലത്തിന് കാർമേഘം ഇരുണ്ടുകൂടുകയാണ്. ഇടുക്കിയിലെ തൊടുപുഴ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തായ ഇടവെട്ടിയിലേക്ക് ഒളമറ്റം വഴി നാട്ടുകാർക്ക് പോകാനുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു 1994 നിർമ്മിച്ച കമ്പിപ്പാലം. 2018 പ്രളയത്തിലെ മലവെള്ളപ്പാച്ചിലിൽ നടപ്പാലം നാമാവശേഷമായി. എല്ലാ പണിയും പണിത് നാട്ടുകാർ ഫ്രീ ആയിട്ടാണ്. ഇപ്പോഴും നാട്ടുകാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഗതി ഈ പാലമാണ്. ഇപ്പം അങ്ങോട്ട് കിടക്കുമ്പോൾ 10 രൂപ കൊടുക്കണം, ഇങ്ങോട്ട് കിടക്കുമ്പോൾ 10 രൂപ കൊടുക്കണം. റേഷൻ കടയിൽ പോകുന്ന എല്ലാ അക്കരക്കാരായി ഇവിടെ ഉള്ളവർ മുഴുവൻ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അത് പോയിട്ട് ഇപ്പം റേഷൻ കട നിന്നു, പോകാൻ ആളില്ല. എല്ലാം ഓരോരുത്തർ വണ്ടി വിളിച്ച് തെക്കുംഭാഗത്തിന് പോകും. അങ്ങനെ പോയാണ് മേടിക്കുന്നത്. പള്ളിക്കൂടം പിള്ളേരുണ്ട്, സ്കൂൾ കുട്ടികൾ ഒത്തിരി പേര് ഇതിലെ കടന്നു പോകുന്നുണ്ട്. ഈ മഴയത്തും കാറ്റത്തും എല്ലാം ഈ വള്ളം വേണം കടന്നു പോകാനായിട്ട്. പുഴ കടക്കാൻ മാർഗമില്ലെങ്കിൽ 5 കിലോമീറ്ററുകൾ ചുറ്റിയാണ് ഇടവെട്ടി തെക്കുംഭാഗത്തെ നാട്ടുകാർ തൊടുപുഴ നഗരത്തിലെത്തുന്നത്. തകർന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾ ഇരുകരകളിലുമായി തുരുമ്പെടുക്കുന്നു. ഒരു 5 കിലോമീറ്റർ ചുറ്റി കറങ്ങി വേണം തൊടുപുഴ എത്തി ഈ വഴിയൊന്ന് വരണമെങ്കിൽ. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു എല്ലാവർക്കും. പിള്ളേരായാലും സ്കൂളിൽ പോകുന്ന ഒരുപാട് പിള്ളേരുണ്ട്. മൂലമറ്റം ഭാഗത്ത് പഠിക്കുന്നവരുണ്ട്, മുട്ടം, മേലുകാവ് അങ്ങനെയൊക്കെ ആ ഭാഗത്ത് പഠിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാലം ഇല്ലാത്തതുകൊണ്ട്. ആ പോയ പാലം ഒന്ന് വെൽഡ് ചെയ്ത് വെച്ചാലും ഞങ്ങൾക്ക് നടക്കായിരുന്നു. ഇതിപ്പോൾ സ്വന്തം വണ്ടിയുള്ളവര് വണ്ടിക്ക് അങ്ങ് പോകും, അല്ലാത്തവർ ഇതുപോലെ കാൽനടയായിട്ട് വന്ന് ഈ വള്ളത്തെ ആശ്രയിച്ചാണ് ഇപ്പം അക്കരെ നിക്കരെ കടന്നു പോകുന്നത്. MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് കണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വണ്ടി പോകുന്ന പാലം വേണം, കുറച്ച് ആൾക്കാർക്ക് നടപ്പാലം, ഞങ്ങൾക്ക് ഉള്ള കമ്പിപ്പാലം മതി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി. രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇടപെടുന്നുണ്ടെങ്കിലും അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അത് അവതാളത്തിലാക്കി കളഞ്ഞു. പഞ്ചായത്തോ നഗരസഭയോ മറ്റ് ജനപ്രതിനിധികളോ പാലം തകർന്നത് കണ്ടതേയില്ലെന്ന മട്ടിലാണ്. തെക്കുംഭാഗത്തെ സ്വകാര്യ വ്യക്തി ഇറക്കിയ വള്ളത്തിലാണ് ഇക്കാലം അത്രയും നാട്ടുകാരുടെ ഇരുകരകളിലേക്കുമുള്ള യാത്ര. ജോലിക്കാരെല്ലാം പോണതാ. ഇടുക്കിക്കും ഇങ്ങനെ പൈനാവ് അങ്ങനെ പോകണം. പിന്നെ സ്കൂൾ കുട്ടികളുമുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ ഇവിടെ എല്ലാം അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ഇട്ടാനില്ല. 7 മണിയാകുമ്പോൾ ആൾക്കാർ തപ്പിപ്പിടിച്ചാണ് ഇറങ്ങി വരാൻ കടവിലേക്ക്. 7 മണി നമ്മൾ നടത്തും. ഇടുക്കി, മൂലമറ്റം, തൊടുപുഴ നഗരം എന്നിവിടങ്ങളിലേക്ക് ദിവസേന പോകേണ്ട ജോലിക്കാരും വിദ്യാർത്ഥികളുമാണ് ഈ യാത്രാ ദുരിതം ദിനചര്യയാക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഇപ്പോൾ തൊടുപുഴ ഭാഗത്ത് പഠിക്കുന്നവരുണ്ട്, പിന്നെ മൂലമറ്റം അങ്ങോട്ട് ആ ഭാഗത്ത് പഠിക്കുന്ന പിള്ളേരുണ്ട്. ആ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ വള്ളം വന്ന് കയറി ഇന്ന് പോയി സമയതാമസവും എല്ലാം കൊണ്ട് മഴക്കാലാവുമ്പോൾ ബുദ്ധിമുട്ട്, പേടി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. മഴയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ. വലിയ മഴയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ കടയിൽ ഇരുന്നിട്ട് സന്ധ്യയാകുമ്പോൾ മഴ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് കൊണ്ടുവിടുന്നത്. ഇതുവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. പാലം വരണം, കുറെ നാളായി വരും എന്ന് പറയണം. ഇതുവരെ ഒന്നും നടപടിയായിട്ടില്ല. ഇനിയെങ്കിലും വരണം. കുറെ നാളായി വള്ളത്തില്, ഇനി അത് പറ്റൂല. പാലം വേണം, ഇത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നടക്കണം എന്ന് വെച്ചാൽ ഒത്തിരി നടക്കാനുണ്ട്, അപ്പൊ അത് പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ മാർഗം. ഇടുക്കി ഡാമിലെ വൈദ്യുതി ഉൽപാദന ശേഷം മലങ്കര ഡാമിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളമാണ് ഈ തൊടുപുഴയാറിലൂടെ ഒഴുകുന്നത്. പൊടുന്നനെ ജലനിരപ്പ് ഉയരുന്നത് ഇവിടെ പതിവാണ്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ഈ വള്ളത്തിൽ. ഈ ഡാം തുറന്നു വിട്ട സമയത്ത് ഈ വള്ളം നേരെ അക്കരെ പോകാതെ ഒരു 1/4 കിലോമീറ്റർ താഴോട്ട് പോയി. പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ വള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത് ഒരുവിധം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക് അക്കരെ ഇക്കരെ കടന്നു പോരാൻ. അപ്പൊ എങ്ങനെയെങ്കിലും ഈ പാലം ഒന്ന് ആർക്കെങ്കിലും മനസ്സ് തോന്നി ഒന്ന് നടപ്പാതെയായിട്ടെങ്കിലും വെച്ച് തന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഉപകാരമായിരുന്നു ഇവിടെ ഈ നാട്ടിൽ.
ദുരിതത്തിനു പുറമെ ജീവൻ പണയം വെച്ചുള്ള യാത്രയാണ് ഇടവെട്ടി തെക്കും ഭാഗത്തെ നാട്ടുകാർ ഈ മഴക്കാലത്തും നടത്തുന്നത്. തൊടുപുഴ നഗരസഭയെയും ഇടവെട്ടി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലം മാത്രമാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. മലങ്കര ഡാം തുറന്നുവിട്ടാൽ കുത്തിയൊഴുകുന്ന വെള്ളത്തിലൂടെ അതിസാഹസികമായി വേണം തൊടുപുഴയാറിന് അക്കരയും ഇക്കരയും ആളുകൾക്കെത്താൻ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക്. MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.